അക്വേറിയങ്ങളെ പറ്റി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്ത 2 കാര്യങ്ങളാണ് ഉണ്ടായത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ആയിരങ്ങളോളം ആളുകൾ എൻ്റെ വീഡിയോ കണ്ടു എന്നത്. ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ല പോസിറ്റീവും പ്രോത്സാഹിപ്പിക്കുന്നതുമായ പല കോമെൻസും നിങ്ങൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കുറച്ച് ഓവർവെൽംഡ് ആയിരുന്നു. എന്നാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ഏതൊരു അക്വേറിയത്തിലും നല്ല വിധത്തിൽ ചെടികൾ വളരണമെങ്കിൽ കൊടുക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് ലൈറ്റിംഗ്, ഫിൽറ്റർ, ഫെർട്ടിലൈസർ, പിന്നെ CO2. നമ്മുടെ ചുറ്റും പ്രകൃതിയിൽ കാണുന്ന ചെടികൾ ഫോട്ടോസിന്തസിസിനായി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നത് പോലെ അക്വേറിയത്തിലിടുന്ന ചെടികൾക്കും CO2 അത്യാവശ്യമാണ്. എന്നാൽ വായുവിലുള്ള CO2-നേക്കാളും വളരെ മടങ്ങ് കുറവാണ് വെള്ളത്തിനുണ്ടാവുന്ന ഡിസോൾവ്ഡ് ആയിട്ടുള്ള CO2. അതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് CO2 നമ്മൾ അക്വേറിയത്തിലോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ പ്ലാന്റ്സിന് അത് നല്ലൊരു ബൂസ്റ്റാണ്. എന്നാൽ അക്വേറിയം ഷോപ്പുകളിൽ CO2-നെ കുറിച്ച് അധികം അങ്ങനെ ആരും പറയാറില്ല. എന്നാൽ അറിഞ്ഞു ചോദിക്കുന്നവർക്കോ അതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് അറിയുമ്പോൾ ഷോക്ക് അടിച്ചതുപോലെയാവും. ഒരു 5000 രൂപക്ക് താഴെ CO2 സെറ്റ് ചെയ്യുക എന്നത് ഒരു ഓപ്ഷനേ അല്ല. ഈ ഒരു CO2 ചെലവ് കുറച്ച് എങ്ങനെ നമുക്ക് അക്വേറിയത്തിൽ സപ്ലൈ ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബഡ്ജറ്റിൽ DIY ആയിട്ട് CO2 ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കുറച്ച് കൺസിഡറേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഭാഗത്തിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും അത് കാണണമെന്ന് ഞാൻ പ്ലീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് കിട്ടുന്ന മിക്ക സാധനങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ DIY CO2 ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ടിൻ്റെ ഒരു കോസ്റ്റ് മാത്രമാണ് ഞാൻ കൂട്ടുന്നത്. ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് 2 സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും, 200 ഗ്രാം പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 2 മീറ്റർ അക്വേറിയം ട്യൂബിംഗ്, ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഈ ഒരു ബിൽഡിൽ ആക്ച്വലി കുറച്ച് പൈസ വരുന്ന സിലിക്കോൺ ഗം, ഒരു ചെറിയ പീസ് കോട്ടൺ, പിന്നെ ഒരു 1 മീറ്റർ സ്ലാഗ് വയർ. ലാസ്റ്റ് വേണ്ടത് ഒരു കത്രികയും ഒരു സെറ്റ് പ്ലയേഴ്സും. അങ്ങനെ വളരെ മാനേജബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമ്മൾ ഒപ്പിച്ച ഈ സാധനങ്ങളായിട്ട് നമുക്ക് ബിൽഡ് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസിൻ്റെ ഈ റാപ്പർ ഒന്ന് പറിച്ചു കളയാവുന്നതാണ്. ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണാനും അത് ഓവറായി പുറത്തു പോവാതെ ഒന്ന് സൂക്ഷിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഈ ബോട്ടിൽസിന്റെ ക്യാപ്പിൽ അക്വേറിയം ട്യൂബിംഗ് ഇടാൻ പറ്റിയ ഹോൾസ് ഉണ്ടാക്കുക എന്നത്. നിങ്ങളെ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ക്യാൻഡിലാണ് ഇവിടെ കത്തിക്കുന്നത്. ആ തീയിൽ സ്ക്രൂ ഡ്രൈവറിന്റെ ടിപ്പ് നന്നായി ചൂടാക്കി ആദ്യത്തെ ബോട്ടിലിന്റെ ക്യാപ്പിൽ അതിന്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ ബോട്ടിലിന്റെ ക്യാപ്പിൽ 2 ഹോളുകളാണ് ഉണ്ടാക്കേണ്ടത്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ക്യാപ്പിന്റെ നടുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി 2 ഹോൾസ് ഉണ്ടാക്കുക. ഇനി ചെയ്യാവുന്നത് അക്വേറിയം ട്യൂബിംഗ് കറക്റ്റ് സൈസിൽ മുറിക്കുക എന്നതാണ്. അതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് കുപ്പിയുടെ ടോപ്പിൽ നിന്നും ചെറിയ കുപ്പിയുടെ ബോട്ടം വരെയാണ് ട്യൂബ് എത്തിക്കേണ്ടത്. പിന്നെ വേണ്ടത് ചെറിയ കുപ്പിയുടെ ടോപ്പിൽ നിന്നും അക്വേറിയത്തിന്റെ ബോട്ടം വരെ വേണ്ട ട്യൂബ് കട്ട് ചെയ്യുക എന്നതാണ്. ഓൾമോസ്റ്റ് 1 to 2 മീറ്റർ വരെ ലെങ്ത് ഉള്ള ട്യൂബാണ് ഞാൻ ഇതിനായിട്ട് കട്ട് ചെയ്തത്. ബോട്ടിൽസ് രണ്ടും താഴെ വെക്കുമ്പോൾ വേണ്ട ലെങ്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും നീളത്തിൽ രണ്ടാമത്തെ ട്യൂബ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബോട്ടിൽ ക്യാപ്പിന്റെ ഉള്ളിൽ കൂടി ഈ ട്യൂബുകൾ കയറ്റിയെടുക്കുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ക്യാപ്പിന്റെ ഉള്ളിൽ കയറ്റാനായിട്ടുള്ള എളുപ്പത്തിനായിട്ട് ട്യൂബിന്റെ അറ്റം ഒരു കത്രിക വെച്ച് ഇങ്ങനെ ഒരു ആംഗിളിൽ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു അറ്റം ഫസ്റ്റ് ബോട്ടിൽ ക്യാപ്പിന്റെ ഹോളിൽ കൂടെ കയറ്റിയെടുത്ത് മറ്റേ സൈഡിൽ കൂടി ഒരു പ്ലയർ വെച്ച് വലിച്ചു പുറത്തെടുക്കാവുന്നതാണ്. ഒരു 1 സെന്റിമീറ്റർ നീളം മാത്രം മതി ഫസ്റ്റ് ട്യൂബിന്റെ വലിയ കുപ്പിയുടെ ഉള്ളിലത്തെ അറ്റത്തിന്റെ നീളം. ഈ സെയിം ട്യൂബിന്റെ മറ്റേ അറ്റം ചെറിയ ബോട്ടിലിന്റെ കുപ്പിയുടെ ആദ്യത്തെ ഹോളിൽ കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ കയറ്റുക. ഇപ്രാവശ്യം പക്ഷേ ആ ചെറിയ കുപ്പിയുടെ ഫുൾ ലെങ്ത്തിൽ വേണം ട്യൂബിംഗ് എത്താനായിട്ട്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഹോളിൽ കൂടിയും ട്യൂബ് വലിച്ചെടുക്കുക. എന്നാൽ ഒരു 1 സെന്റിമീറ്റർ നീളം മതി ഇപ്രാവശ്യം. ഈ ട്യൂബിന്റെ മറ്റേ അറ്റമാണ് നമ്മൾ അക്വേറിയത്തിലോട്ട് വിടുന്നത്. ഇനി ചെയ്യാൻ പോകുന്നതാണ് ആർഗ്യുബിളി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബിൽഡിലെ സ്റ്റെപ്പ്. പലതവണയും തലവേദനക്ക് മുകളിൽ തലവേദന തന്ന സ്റ്റെപ്പാണിത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. ആ ഒരു സ്റ്റെപ്പാണ് ഇതുവരെ നമ്മൾ ചെയ്ത ട്യൂബിംഗ് ഒക്കെ എയർ ടൈറ്റ് ആക്കുക എന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് സിലിക്കോൺ.
നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ സിലിക്കോണിന്റെ ട്യൂബ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ അക്വേറിയം ചില്ല് ഒട്ടിക്കാൻ ഉപയോഗിച്ച സിലിക്കോൺ ആണ്. സെയിം കോണ്ടന്റ് തന്നെയാണ് രണ്ടിലും ഉള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ ക്യാപ്പിന്റെ ഉള്ളിലും പുറത്തും തോന്നുന്ന എല്ലായിടത്തും തന്നെ ഈ സിലിക്കോൺ നന്നായി അപ്ലൈ ചെയ്യുക. നന്നായി അപ്ലൈ ചെയ്തിട്ട് ലീക്ക് വരാൻ ഒരു ചാൻസും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. സിലിക്കോണൊക്കെ നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം ഒരു 24 hours എങ്കിലും ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ആമസോണിൽ ഇതിന് പറ്റിയ ക്യാപ്പ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആ ബോട്ടിൽ ക്യാപ്പ് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, സെറ്റപ്പ് റെഡി ആകും. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം. ഇഷ്ടമുള്ളവർ അത് നോക്കി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് ഒരു ഇത്തിരി കൂടും. സിലിക്കോൺ ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്ത കാര്യമാണ് ഡിഫ്യൂസർ ഉണ്ടാക്കുക എന്നത്. ഡിഫ്യൂസർ ഉണ്ടാക്കുമ്പോൾ അത് അക്വേറിയത്തിനുള്ളിൽ കുറച്ച് ഭംഗിയായി ഇരിക്കാനായിട്ട് ആ ട്യൂബിന്റെ ഉള്ളിൽ ഈ സ്ലാഗ് വയർ കയറ്റി ഷേപ്പ് ആക്കാൻ പറ്റാവുന്നതാണ്. അതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു 15-20 സെന്റിമീറ്റർ നീളത്തിൽ ഈ സ്ലാഗ് വയർ കട്ട് ചെയ്ത് മടക്കി ട്യൂബിന്റെ ഉള്ളിൽ നമുക്കിങ്ങനെ കുറച്ച് തിരികെ ഒന്ന് കയറ്റാവുന്നതാണ്. അങ്ങനെ 2 സ്ലാഗ് കമ്പികളും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ബെൻഡ് ചെയ്ത് വെച്ച് നമുക്ക് അതിന്റെ ഷേപ്പ് അങ്ങനെ സെറ്റ് ആക്കാം. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഡിഫ്യൂസർ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം കേസിൽ DIY CO2 ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉപയോഗിച്ചത് റെഡിമെയ്ഡായി കടയിൽ കിട്ടാവുന്ന ഗ്ലാസ് ഡിഫ്യൂസർ ആണ്. ഇതിന്റെ കോസ്റ്റ് ഒരു മിനിമം 400-500 റുപ്പീസ് വരും. നല്ല ചെറിയ CO2വിന്റെ ബബിൾസ് വരാനായിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടി വീണു പോയത് കൊണ്ട് പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഒരു ചെറിയ കോട്ടൺ പീസ് ഇതിൽ കയറ്റി വെക്കുക എന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലും ചെയ്യുന്നത്. ഈ കോട്ടന്റെ ഒരു ചെറിയ കഷ്ണം ഇതിൽ തിരികെ കയറ്റി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഡിഫ്യൂസറിന്റെ മെയിൻ ഫംഗ്ഷൻ ഇത് വെച്ച് നമുക്ക് ചെയ്ത് കിട്ടും. എന്നാൽ സത്യമായിട്ട് നിങ്ങൾ എല്ലാവരോടും പറയുവാണെങ്കിൽ കുറച്ച് അൺറിലയബിൾ ആണത്. ഇത് വെള്ളത്തിന്റെ ഉള്ളിലോട്ട് വെച്ച് നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒന്ന് കുത്തി ഒന്ന് വലിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല ചെറിയ ബബിൾസ് ഇതിൽ നിന്ന് വരാൻ കിട്ടുക. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബബിൾസ് നല്ലൊരു വിധത്തിൽ വന്ന് കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കൺസിഡർ ഒരു CO2 ഡിഫ്യൂസർ നേരെ കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. ഇനി ഡിഫ്യൂസർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഈ ബ്രൗൺ ടിപ്പ് ഉള്ളത് വാങ്ങിക്കാതിരിക്കുക. ഞാൻ കുറച്ചൊന്ന് റീസെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ബ്രൗൺ ടിപ്പിൽ നിന്ന് പ്രഷർ കുറച്ച് കൂടുതൽ വേണം. നമ്മുടെ സെറ്റപ്പിൽ വേണ്ടത്രയും പ്രഷർ ചിലപ്പോൾ വന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ള എൻഡുള്ള ഡിഫ്യൂസർ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നോക്കി വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് നമുക്കിനി ഉണ്ടാക്കേണ്ടതാണ് ആക്ച്വൽ ആയിട്ടുള്ള CO2വിന്റെ സൊല്യൂഷൻ. അതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെറിയൊരു കപ്പിൽ ഇളം ചൂടിലുള്ള കുറച്ച് വെള്ളം ഒന്നിടുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുക. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അത് വെയിറ്റ് ചെയ്യുന്ന ഈ നേരത്തിൽ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 200 ഗ്രാം പഞ്ചസാരയും ഒരു 200 ml വെള്ളവും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് ചൂടുവെള്ളമാണെങ്കിൽ ഈ പഞ്ചസാര മിക്സ് ചെയ്യാൻ ഒരു ഇത്തിരി കൂടി എളുപ്പമുണ്ടാവും. പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലങ്ങുകയും ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്തതിന് ശേഷം രണ്ടും കൂടെ നമ്മുടെ വലിയ ബോട്ടിലിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. ചെറിയ ബോട്ടിൽ ഒരു 1/4 ഭാഗത്തോളം സാധാ വെള്ളവും നിറച്ചു വെക്കുക. ഈ രണ്ടാമത്തെ ബോട്ടിൽ വെറുതെ വെള്ളം നിറച്ച് CO2വിന്റെ ഗ്യാസ് ബബിള് വിടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ബോട്ടിലിൽ ഉണ്ടാവുന്ന ഈസ്റ്റും അതിന്റെ കുറച്ച് പതയും അതെല്ലാം നമ്മുടെ അക്വേറിയത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ബോട്ടിൽ ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുകയും ക്ലിയർ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഗ്യാസ് മാത്രം വിടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ആകെ ചെയ്യാനുള്ളത് ഇതിന്റെ രണ്ടിന്റെയും ക്യാപ്പ് നന്നായിട്ട് അടച്ചു വെച്ച് ഡിഫ്യൂസർ വെള്ളത്തിന്റെ ഉള്ളിലോട്ടും ഇട്ട് റെഡിയാക്കി ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ 3-4 മണിക്കൂറല്ല, ഒരു 12 തൊട്ട് 24 മണിക്കൂർ വരെ സമയം പോലും എനിക്ക് എടുത്തിട്ടുണ്ട് ഈ CO2 ബബിൾസ് വന്ന് തുടങ്ങാനായിട്ട് കേട്ടോ. ഈ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഡിഫ്യൂസറിന്റെ അറ്റം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് കുഞ്ഞി ബബിൾസ് ആണോ വരുന്നത് എന്നത്. അല്ല എങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മുടെ DIY CO2വിന്റെ സെറ്റപ്പ് മോസ്റ്റ്ലി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെറ്റപ്പ് ട്രൈ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ റിയാക്ഷൻ ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് രാത്രി നമുക്ക് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ വരുന്നതിൻ്റെ അളവ് കുറക്കാനോ
കൂട്ടാനോ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. രാത്രി സമയങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതുകൊണ്ട് CO2 അളവ് അക്വേറിയത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ഇത് കാരണം മീനുകൾക്ക് വേണ്ടത്ര ഓക്സിജൻ വരാത്തൊരവസ്ഥ ഉണ്ടാകാം. ഞാൻ ട്രൈ ചെയ്ത സെറ്റപ്പിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ദിവസമെങ്കിലും മീനിന്റെ കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് നോക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ആയ സിലിണ്ടർ വാങ്ങിച്ചു വെച്ചാലേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. എന്നാലും ഒന്ന് സേഫ് ആവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട സോഡ ബോട്ടിൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില്ലിന്റെ കുപ്പി ഉപയോഗിച്ചാൽ അത് പ്രഷർ ഹാൻഡിൽ ചെയ്യില്ല, പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരു 2-3 ആഴ്ചത്തേക്ക് മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ എവറി 3 വീക്സ് ആകുമ്പോഴത്തേക്കും ഇതേ സൊല്യൂഷൻ നമ്മൾ ഒന്നും കൂടെ ഉണ്ടാക്കി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് എഴുതി ചേർക്കുന്നതായിരിക്കും. വേറെ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്, അടുത്ത വീഡിയോയിൽ ഒരു ബൗൾ അക്വേറിയം ഉണ്ടാക്കാമെന്നും ആ അക്വേറിയം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കാനും ഞാൻ ഓർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? നല്ലൊരു ഐഡിയ ആണോ അത്? അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത ആ ബൗൾ അക്വേറിയമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.